So let's see one problem in the analysis of frames with sway by moment distribution method. So this is our frame ABCD. AB is having a length of 6 meter and the member BC is 4 meter and the member CD is again 4 meter. And there is a concentrated load at the joint B of 80 kilonewton in the horizontal direction, and the moment of inertia for AB is 2I, and for BC it is I, and for CD it is 1.5 I. So obviously this frame will have a sway. ഒരു horizontal load act ചെയ്യുന്നുണ്ട്, മാത്രമല്ല the frame is not symmetrical about its vertical axis. So we have to go for non-sway analysis and sway analysis. So first of all we have to conduct the sway analysis. Non-sway analysis എന്ന് പറയുമ്പോൾ എക്സ്റ്റേണലി അപ്ലൈഡ് ആയിട്ടുള്ള ലോഡ്സ് കാരണമുള്ള എൻഡ് മൊമെന്റ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹിയർ ഇൻ അവർ പ്രോബ്ലം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഇൻ ഓൾ ദ മെമ്പേഴ്സ് ആർ 0. എ ബി എടുത്തു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന സ്പാനിൽ ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ബി സി എന്ന് പറയുന്ന സ്പാനിലും ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. സി ഡി എന്ന് പറയുന്ന സ്പാനിലും ലോഡ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിൻ്റെ വാല്യൂസും 0 ആണ്. 80 കിലോന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഹൊറിസോണ്ടൽ ലോഡ് കാരണം അത് ആക്ട് ചെയ്യുന്നത് ജോയിൻറ്റ് ബിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു മെമ്പറിലും ഈ ഒരു 80 കിലോന്യൂട്ടൺ ലോഡ് കാരണം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നില്ല. സോ ദ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഇൻ ഓൾ ദ മെമ്പേഴ്സ് ആർ 0. ആസ് ദ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ആർ 0, വി ഡോണ്ട് ഹാവ് ടു കണ്ടക്ട് എ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. എല്ലാ മൊമെന്റ്സും 0 ആണ്. എൻഡ് മൊമെന്റ്സും നമുക്ക് 0 ആയിട്ട് തന്നെ കിട്ടും അല്ലേ. എം എ ബി, എം ബി എ, എം ബി സി, എം സി ബി, എം സി ഡി ആൻഡ് എം ഡി സി ആർ 0. But we have to calculate the force that will prevent the sway in the frame. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ചിരിക്കുന്നത്, ഫ്രീ ബോഡി ഡയഗ്രാം. എച്ച് എ, എച്ച് ഡി ആൻഡ് 80 കിലോന്യൂട്ടൺ എന്ന് പറയുന്ന 3 ഹൊറിസോണ്ടൽ ലോഡ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇവിടെ എസ് എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, വിച്ച് പ്രിവെൻറ്റ്സ് ദ സ്വേ ഇൻ ദ ഫ്രെയിം. സോ ഇവിടെ എച്ച് എ ആൻഡ് എച്ച് ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ to take the moment about the point B, the equation will be minus HA into 6 plus MAB plus MBA is equal to 0 ആണ്. ഇവിടെ MAB യും MBA യും 0 ആയത് കാരണം HA is equal to 0. And if you take the moment about the point C, HD into minus HD into 3 plus MCD plus MDC equal to 0 എന്നാണ് equation വരിക. But here also we know that MCD and MDC are 0. As these values are 0, HT is also equal to 0. ഇനി നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഹൊറിസോണ്ടൽ ലോഡ്സിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുവാണെങ്കിൽ എച്ച് എ പ്ലസ് എച്ച് ഡി പ്ലസ് 80 ഇസ് ഈക്വൽ ടു എസ് എന്നാണ് കിട്ടുക. സോ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇസ് എച്ച് എ പ്ലസ് എച്ച് ഡി പ്ലസ് 80 ഇസ് ഈക്വൽ ടു എസ് ആൻഡ് എസ് ഇസ് ഈക്വൽ ടു 80 കിലോന്യൂട്ടൺ. എച്ച് എ എച്ച് ഡി 0 ആണ്, അതുകൊണ്ട് എസ് ഇസ് ഈക്വൽ ടു 80 കിലോന്യൂട്ടൺ. ഇവിടെ നിങ്ങൾക്ക് എസ് ഇസ് ഈക്വൽ ടു 80 കിലോന്യൂട്ടൺ എന്ന് എഴുതി കണ്ടിന്യൂ ചെയ്യാം, കാരണം വേറെ മൊമെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എച്ച് എ എങ്ങനെയാണ് എച്ച് ഡി എങ്ങനെയാണ് കാണിച്ചത്. സോ ഹിയർ എസ് ഇസ് ഈക്വൽ ടു 80 കിലോന്യൂട്ടൺ മീറ്റർ, 80 കിലോന്യൂട്ടൺ ലോഡാണ്. ദ ഫോഴ്സ് ദാറ്റ് പ്രിവെൻറ്റ്സ് ദ സ്വേ ഇൻ ദ ഫ്രെയിം, എസ് ഇസ് ഈക്വൽ ടു 80 കിലോന്യൂട്ടൺ. അടുത്തത് നോൺ സ്വേ അനാലിസിസ് ആണ്, sway analysis ആണ്. Sway analysis എന്ന് പറയുമ്പോൾ fixed end moments are to be calculated due to the sway delta in the columns AB and CD. So if the structures sway by delta to the right, fixed end moments developed are 6 minus 6 EI. ഇവിടെ മൈനസ് ഉണ്ട് obviously. Minus 6 into 2I delta divided by 6 square in column AB and minus 6E into 1.5 I delta divided by 4 square in column DC. So fixed end moment in the equation in AB and CD എന്ന് പറയുന്നത് minus 6EI delta by L square ആണ്. സോ ഇവിടെ I എൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ ലെങ്ത്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കോളം എ ബിയിലും കോളം ഡി സിയിലുള്ള
ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇയും ഐയും ഡെൽറ്റ ഒക്കെ അൺനോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റേഷ്യോ എടുക്കുകയാണ്. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഇൻ എ ബി ഡിവൈഡ് ബൈ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഇൻ ഡി സി. സോ 6e into 2i delta divided by 6 square divided by 6e into 1.5i delta divided by 4 square. ഈ ഒരു റേഷ്യോ നമുക്ക് കിട്ടുന്നത് 16/27 എന്നാണ് വാല്യൂ. 16/27 എന്ന് പറയുന്ന റേഷ്യോ ആണ് നമുക്ക് എം എഫ് എ ബിയും എം എഫ് സി ഡിയും തമ്മിലുള്ള റേഷ്യോ കിട്ടുന്നത്. So let us assume the fixed end moments developed in AB to be minus 16 kilonewton meter and moments developed in CD minus 27 kilonewton meter. ഈ റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം എന്നുള്ളതാണല്ലോ നമ്മൾ ഇതുവരെ ചെയ്തത്. അതുകൊണ്ട് ഇവിടെ അതേ വാല്യൂസ് തന്നെ എടുക്കുകയാണ്. -16ഉം -27ഉം ആണ് മൊമെന്റ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. Now we will carry out the moment distribution and then we will correct the values. Actual say നമ്മൾ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. So for joints B and C we have to calculate the distribution factors. Aയും Dയും fixed ends ആണ്. So for joints B and C we have to calculate the distribution factors. For the members BA and BC, the distribution factors are 4e into 2i divided by 6 and 4ei by 4. BC ക്ക് eiയും BAക്ക് 2eiയും ആണ് flexural rigidity. BAന്റെ ലെങ്ത് 6ഉം BCന്റെ ലെങ്ത് 4ഉം ആണ്. So 4/3 ei ആണ് BAന്റെ stiffness. For BC the stiffness is ei and the total stiffness is 2.33 ei and the distribution factors are 0.571 and 0.429 for the members BA and BC respectively. Then the joint C consists of two members CB and CD. CB same thaneyanu, BC thaneyanu, so ei is the stiffness. For CD the flexural rigidity is 1.5 ei and the length is 4 meters. So 4e into 1.5i divided by 4, 1.5 ei. The total stiffness is 2.5 ei and the distribution factors are 0.4 and 0.6 for the members CB and CD respectively. Now we will do the moment distribution. Write down the joints, first of all A, B, C and D, then the distribution factors. So for BA it is 0.571, for BC it is 0.429, for CB 0.4 and for CD 0.6. Then let's write the fixed end moments. Fixed end moments എഴുതുമ്പം BCയിൽ ഡെൽറ്റ കൊണ്ട് ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ഇല്ല. BC എന്ന് പറയുന്ന ബീമാണ്. കോളംസിനെ മാത്രമാണ് സ്വേ എഫക്റ്റ് ചെയ്യുന്നത്. സോ കോളംസിൽ മാത്രമാണ് സ്വേ കൊണ്ടുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ഉണ്ടാവുന്നത്. സോ ഡു ദ ബാലൻസിങ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് അവിടെ എഴുതുക. MFAB, MFBA -16 ആണ്. MFCD and MFDC -27 ആണ്. MFBC and MFCB 0 ആണ്. ബീം ആയതുകൊണ്ട് സ്വേ ഇല്ലാത്തതുകൊണ്ട്. Then do the balancing. So A we don't have to do the balancing. At B the total moment is -16. So 16 is the balancing moment. 16 into 0.571 9.14 and 16 into 0.429 6.86. These are the balancing moments at C. Then the moment at C is -27. So 27 is the balancing moment. 27 into 0.4 10.8. 27 into 0.6 16.2 are the balancing moments. Then in the next cycle we have to do the carryover. So half the moments should be carried from B to A, B to C, C to B and C to D, not from A to B and D to C, as they are fixed ends. അപ്പോൾ ഒരു സൈക്കിൾ കഴിഞ്ഞു. ഇതുപോലെ 2 സൈക്കിൾസും കൂടി കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ ബാലൻസിങ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നെഗ്ലിജിബിൾ ആണെന്ന് കണ്ടു. So we are stopping the iteration there after 4 cycles. 3 cycles അല്ലേ. 3 cycles കഴിഞ്ഞു. ഒരു തവണ ബാലൻസിങ് ചെയ്ത് നമ്മൾ സൈക്കിൾസ് സ്റ്റോപ്പ് ചെയ്യാണ്, iteration സ്റ്റോപ്പ് ചെയ്യാണ്. So now add the columns to get the final moments. And MAB -12.77, MBA
minus 9.68, MBC 9.68, MCB 12.25, MCD minus 12.25 and MDC is minus 19.58. ഇതൊക്കെയാണ് നമ്മൾ ആർബിറ്ററി സ്വേ മൊമെൻറ്റ്സ്. സ്വേ അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മൊമെൻറ്റ്സ്, അതായത് നമ്മൾ അസ്യൂം ചെയ്ത സ്വേ കൊണ്ടുള്ള ഫൈനൽ മൊമെൻറ്റ്സ്. നൗ the values of HA, HD and then S dash are to be calculated. The equilibrium equation is S dash plus HA plus HD is equal to 0 ആണ്. S dash എന്ന് പറയുന്നത് HAൻ്റെയും HDൻ്റെയും അതേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ്. ഇവിടെ നോൺ സ്വേ അനാലിസിസ് ആയതുകൊണ്ട് എക്സ്റ്റേണൽ ലോഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആ -80 എന്ന് പറയുന്ന ലോഡ്, 80 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന കോൺസെൻട്രേറ്റഡ് ലോഡിനെ നമ്മൾ ഫസ്റ്റ് നോൺ സ്വേ അനാലിസിസിൽ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. സ്വേ അനാലിസിസിൽ നമ്മൾ ഡെൽറ്റ കൊണ്ടുള്ള മൊമെൻറ്റ്സ് മാത്രമേ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും നമ്മൾ ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്യില്ല. സോ HA MAB plus MBA divided by 6 and HD MCD plus MDC divided by 4. Substitute the values of MAB, MBA, MCD and MDC to get the values of HA and HD. Then substitute in the equilibrium equation S dash plus HA plus HD is equal to 0, which implies S dash is equal to 11.7. S dash കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്നത് calculation of sway correction factor K. K is equal to S divided by S dash. 80 divided by 11.7, which is equal to 6.8376. Next is the calculation of final moments. നമ്മുടെ ആ ടേബിൾ ഫൈനൽ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടേബിളിൽ ആദ്യത്തെ റോയിൽ നമ്മൾ എഴുതേണ്ടത് അസ്യൂംഡ് സ്വേ അല്ലെങ്കിൽ ആർബിറ്ററി സ്വേ ആണ്, which is the sway moments due to the assumed delta. So നമ്മുടെ assumed sway value MAB, MBA, MBC, MCB, MCD and MDC എഴുതുക. അതിനുശേഷം actual sway is nothing but the assumed sway into the K, sway correction factor. For example, actual MAB is equal to minus 12.77 into 6.8376, which is equal to minus 87.32. അതുപോലെ ഓരോ മെമ്പറിനും നമ്മൾ actual sway calculate ചെയ്യുക. Then in the next row write the non-sway moments. Here the moments obtained from non-sway analysis is 0 for all the members, and the final moments are the sum of actual sway and non-sway moments. So non-sway moments 0 ആയതുകൊണ്ട് തന്നെ actual sway moments ന്റെ values തന്നെയാണ് ഇവിടെ നമ്മുടെ final moments.